വാങ്ങാൻ ലോൺ എടുത്തു. എന്നാൽ തിരിച്ചടവ് മുടങ്ങിയാൽ ഇനി ലോക്ക് വീഴും. വായ്പയെടുത്ത് വാങ്ങിയ മൊബൈൽ ഫോൺ, ടാബ്ലറ്റ് എന്നീ ഉപകരണങ്ങളുടെ തിരിച്ചടവ് മുടങ്ങിയാൽ വായ്പ നൽകിയ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് അവ ഭാഗികമായി ലോക്ക് ചെയ്യാനുള്ള അധികാരം 2027 ജനുവരി 1 മുതൽ ലഭിക്കും. ഇതു സംബന്ധിച്ച് കഴിഞ്ഞ മാസമാണ് റിസർവ് ബാങ്ക് അന്തിമ ചട്ടം പുറത്തിറക്കിയത്. നിലവിൽ പല വായ്പാ സ്ഥാപനങ്ങളും ഇത്തരത്തിൽ ലോക്ക് ചെയ്യാറുണ്ടെങ്കിലും കൃത്യമായി ചട്ടമുണ്ടായിരുന്നില്ല. ഇത്തരത്തിൽ ഫോണുകൾ ലോക്ക് ചെയ്യാൻ അനുവദിക്കുന്നത് ഉപഭോക്താക്കളുടെ അവകാശങ്ങളെയും സ്വകാര്യതയെയും ബാധിച്ചേക്കുമെന്ന ആശങ്ക ഇനിയും ഒഴിഞ്ഞിട്ടില്ല. ഫോണിൽ പ്രീ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്പിലൂടെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. വായ്പാ കുടിശ്ശികയായി 30 ദിവസമാകും വരെ ഒരു തരത്തിലുള്ള നിയന്ത്രണവും പാടില്ല. 60 ദിവസം കഴിഞ്ഞ് മാത്രമേ പൂർണ്ണ തോതിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്താനാവൂ. ഔട്ട് ഗോയിങ് കോളുകൾ 60 ദിവസത്തിന് മുൻപ് വിലക്കാൻ പാടില്ല. നിയന്ത്രണങ്ങൾക്ക് മുൻപ് ഉപഭോക്താവിന് നോട്ടീസ് നൽകിയിരിക്കണം. ഫോൺ ലോക്ക് ചെയ്യാൻ വായ്പാ കരാർ ഉപഭോക്താവിന്റെ സമ്മതം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ സ്ഥാപനങ്ങൾക്ക് ഇത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ കഴിയൂ. ഇന്റർനെറ്റ്, ഇൻകമിംഗ് കോളുകൾ, എമർജൻസി SMS സേവനങ്ങൾ, സർക്കാരിന്റെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ തുടങ്ങിയ ആവശ്യ സേവനങ്ങൾ ഫോണിൽ നിയന്ത്രിക്കാൻ പാടില്ല. കുടിശ്ശിക തുക തിരിച്ചടച്ച് 1 മണിക്കൂറിനുള്ളിൽ നിയന്ത്രണങ്ങൾ നീക്കണം. ഇതിൽ വീഴ്ച വരുത്തിയാൽ വൈകുന്ന ഓരോ മണിക്കൂറിനും 250 രൂപ വീതം ഉപഭോക്താവിന് നഷ്ടപരിഹാരം നൽകാൻ വായ്പാ സ്ഥാപനങ്ങൾ ബാധ്യസ്ഥരാണ്. ലോക്ക് ചെയ്ത ഫോണുകളുടെ വ്യക്തിഗത വിവരങ്ങൾ ധനകാര്യ സ്ഥാപനങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. വായ്പ തിരിച്ചടച്ചാൽ ഉടൻ ഫോൺ ലോക്ക് ചെയ്യാനുള്ള ആപ്പുകൾ നീക്കം ചെയ്തിരിക്കണം. ലോൺ മുൻകൂറായി അടച്ചു തീർക്കാനും വായ്പയെടുത്ത വ്യക്തിക്ക് അവകാശമുണ്ടായിരിക്കും. ഫോൺ ലോക്കിംഗുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കാനും ഇനി സംവിധാനം വേണം.